ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എന്നാൽ എന്തിൻ്റെ കൂടെ മാച്ചായിട്ട് കഴിക്കാൻ പറ്റുന്ന തനി നാടൻ രീതിയിലുള്ള കേരള സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണ് ട്ടോ. ഇത് നമ്മളെ സാധാ കുറുവയരിൻ്റെ ചോറിൻ്റെ കൂടെയും പൊന്നിയരിൻ്റെ കൂടെയും എല്ലാം മാച്ചാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ദാ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊരു നോൺ സ്റ്റിക്ക് ചെമ്പാണ് എടുത്തത്. അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചതാണ്. അത് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കുക കേട്ടോ. ഒന്ന് ഊറ്റിയെടുത്താൽ മതി. കഴുകിയിട്ട് ഒരു ഓട്ടപാത്രത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞു കിട്ടും. എന്നിട്ട് ഇതാ ചൂടായ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതിയേ, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി ഉപ്പും. അതുപോലെ തന്നെ കുരുമുളകും. കുരുമുളക് ഞങ്ങൾക്ക് ഇവിടെ അധികം വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഈ ഒരു ചിക്കൻ്റെ കളറൊക്കെ വൈറ്റ് കളറിലേക്ക് മാറി വരും ചൂടാവുന്നതിനനുസരിച്ച്. ഒരു 1/4 ഭാഗം കുക്കായിട്ട് വരും കേട്ടോ. 1/4 ഭാഗത്തിനെക്കാട്ടിലും കൂടുതൽ ഇത് കുക്കായിട്ട് വരും. ആ ഒരു രീതിയിലാകുന്നവരെ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ അങ്ങ് വറ്റും കേട്ടോ. നന്നായിട്ട് ഈ ചിക്കൻ്റെ കളറൊക്കെ ഫുള്ളായിട്ട് വെള്ള കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത്തെ വെള്ളമാണിത്. നല്ല ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് കേട്ടോ, തീ കുറയ്ക്കരുത്. ഇപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫുള്ളായിട്ട് വെള്ള കളറായിന് ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ആ സെയിം ചെമ്പിലേക്ക് തന്നെ ഒരു 2 വലിയ സൈസുള്ള ഉള്ളിയും ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റണേ. ഇനി ഇത് വാടുന്ന സമയം കൊണ്ട് നമുക്ക് 2 വലിയ സൈസുള്ള തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിന്. അതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം കേട്ടോ. നല്ല പ്യൂരിയാക്കി വെക്കുക. അപ്പോൾ ഞാൻ തക്കാളി അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിന് കേട്ടോ. ഈ ഒരു കളറാകുന്നവരെ വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. അതും അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒരു മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളാണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവ് ഇവിടെ അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഗരം മസാലയാണ് വേണ്ടത്, അത് 1 ടീസ്പൂൺ കേട്ടോ. ഇത്രയിൽ പൊടികളുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ ഒന്ന് വാടി അതിൻ്റെ നല്ലൊരു മണം വരും. നല്ല മൊരിഞ്ഞ് വരുന്ന രീതിയാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയ സിമ്മിലായിരിക്കണേ ചെയ്യണത്. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക, നമ്മൾ നേരത്തെ അരച്ച് വെച്ച. ഇനി ആ തക്കാളിയിലുള്ള വെള്ളം മുഴുവനും വറ്റുന്നവരെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിലായിട്ട് വരും, കുറുകി വരും. ഇപ്പോൾ ദാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ടോ. ഇങ്ങനെ ആകുന്നവരെയാണ് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇല്ലേ, ഒരു പകുതി കുക്കാക്കി വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ കോരി വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് ഇറങ്ങും. അതോടുകൂടി തന്നെയാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് ആ ഒരു ഗ്രേവിയും ചിക്കനും കൂടെ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഓൾറെഡി കുറഞ്ഞ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ബാക്കി നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റെഡിയാണ്. ഇനിയിപ്പോൾ ആ തക്കാളി അരച്ച മിക്സി ഒന്ന് കഴുകിയിട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള കറിയല്ല ഇത്, കുറച്ചൊരു കോരി വയ്ക്കാൻ പറ്റുന്ന പാകത്തിലുള്ളൊരു കറിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കറി റെഡിയാവും. ഇപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ ബാക്കി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ പൊടി കലക്കുന്നതാണ് കേട്ടോ. ഞാൻ ശാന്തൻ എന്നുള്ള ആ ഒരു ബ്രാൻഡില്ലേ, അതാണ് വാങ്ങിക്കൽ. അത് കലക്കിയെടുത്തതാണിത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആദ്യം ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് എന്തിൻ്റെ കൂടെയും കഴിക്കട്ടെ, നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതാ ഞാൻ ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്.
കുഴച്ചതിന് ശേഷം ഞാനിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ പരത്തിയെടുക്കുന്നത്. ചപ്പാത്തിയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ട് സിമ്പിളായിട്ടാണ് ഷോർട്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വലുതാക്കി പരത്തിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറഞ്ഞത് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് 4ആയിട്ട് മുറിക്കുകയും വേണം കേട്ടോ. ഞാനെപ്പോഴും പറയുന്നതാണ്, ഇതിപ്പോൾ ഞാനിവിടെ 4ആയിട്ടാണ് മുറിക്കുന്നത്. ഇത് 8ആയിട്ട് മുറിച്ചിട്ടും കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ വലുതാക്കി പരത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 പീസായിട്ട് മുറിക്കുകയും ചെയ്യാം. 8 ചപ്പാത്തി ഒറ്റയടിക്ക് ആവുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ഉണ്ടാക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ 8 എണ്ണാക്കിയിട്ട് മുറിച്ചാൽ മതി. ഞാനിവിടെ 4ആക്കിയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 4 ചപ്പാത്തിക്കുള്ളതായി. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഇവിടെ തീരെ കട്ടി വേണ്ട കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് തന്നെ ഞാൻ പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറഞ്ഞത് മതി കേട്ടോ. കുറഞ്ഞ ക്വാണ്ടിറ്റി ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊള്ളിയാലും ഒന്ന് അമർത്തിയിട്ട് വേവിച്ചെടുക്കാം. ചിലരിത് പൊള്ളിയ സമയത്ത് തന്നെ എടുക്കും കേട്ടോ. കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെ എടുക്കാം. ഇവിടെ പിന്നെ നന്നായിട്ടൊന്ന് വേവണം എന്ന് പറയും. അപ്പോൾ നന്നായിട്ട് അമർത്തിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറീൻ്റെ കൂടെ ഈ ഒരു ചപ്പാത്തി കേട്ടോ. ഇനിയിപ്പോൾ എന്തെന്നാണെങ്കിലും ടേസ്റ്റാണ്. പൊറോട്ട ആണെങ്കിലും അതുപോലെ പൂരി, പത്തിരി, പൊറോട്ടി, ചോറ്, ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെ നമ്മൾ സാദാ ചോറിൻ്റെ കൂടെ വരെ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഞായറാഴ്ചയൊക്കെ, ഞാൻ കോഴിക്കോടാണല്ലോ, അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഞായറാഴ്ച നമ്മൾ ബീഫ് വാങ്ങിയിട്ട് ഇറച്ചിക്കറിയും അതുപോലെ തന്നെ സാദാ ചോറും നമ്മൾ കഴിക്കലുണ്ടായിരുന്നു പണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. സാദാ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് ഞാനിടുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.